ಭಾವನಲ್ಲಿಯಾ? ಇವರು ಯಾರು ತಗೊಳ್ಳೋದು? ಓಯ್ ಆ ಕಡೆ ಹಾಕೋ. ಅಣ್ಣ ನೀವು ಕೇರಳದವರಾ? ಕೇರಳ. ಓಯ್ ಆ ಕಡೆ ಹೋಗೋದಿಲ್ಲ, ಭಾವನಹಳ್ಳಿ ಕಡೆ. ಎಲ್ಲಿಗೆ? ಮೈಸೂರು ಸ್ಟ್ಯಾಂಡ್. ಚೇಂಜ್ ಇಲ್ವಾ? ಬೇಡ. ಇಳಿಯುವಾಗ ಕೊಡ್ತೀನಿ. അണ്ണ നിങ്ങൾ നാട്ടിലേക്കാ? ನನಗೆ ಮಲಯಾಳಂ കുറച്ച് അറിയാം. ഓ ശരി. നാട്ടിലെവിടാ? നാട്ടില് കണ്ണൂര്. നನ್ಗೆ അറിയാ നാട്. ಅಣ್ಣ ನಿಮ್ದು ನಂಬರ್ ಅನ್ನು ಕೊಡ್ಕುವ. ನಂಬರ್ വരാം. ನಂಬರ್ നോട്ട് 77 366 55 901 ಆಯ್ತು ಅಣ್ಣ. ಸೇವ್ ಇದು. ಓಕೆ. ಯಾರು ಇಳಿಯೋದು? ಮೈಸೂರು. ಅಲ್ಲೇ വീട്ടിലെ കാര്യങ്ങളെ കുറിച്ച് നിനക്ക് ഒന്നും അറിയണ്ടല്ലോ. ഇങ്ങനെ ഒരു ചെക്കൻ. ഇപ്പൊ ഇലക്ട്രിസിറ്റിയുടെ ഡ്യൂ ഡേറ്റും കഴിഞ്ഞു. എടാ നിന്റെ നശിച്ച കറക്കം കൊണ്ട് എനിക്ക് ആ തലവേദന. അതങ്ങനെ റെസ്പോൺസിബിലിറ്റി എന്നൊരു വാക്ക് എന്റെ പൊന്നുമോ കേട്ടിട്ടുണ്ടാവില്ലല്ലോ. ജോലിയുടെ കാര്യം മൂർത്തി സാറ് പറഞ്ഞിട്ട് ഒരാഴ്ചയായില്ലേ? നീ പോയി കണ്ടോ? അതെങ്ങനെയാ നന്നാവണമെന്ന് അവനവനും കൂടി തീരുമാനിക്കണമല്ലോ. എടാ ഞാൻ പറയുന്ന പോലെ കേൾക്കുന്നുണ്ടോ നീ? ആരോട് പറയാൻ? ഗുഡ് മോർണിംഗ്. ഇന്ന് എവിടേക്കാ സർക്കിട്ട്? അങ്ങ് ജപ്പാനിലേക്ക്. അതെയോ? ഗുഡ് മോർണിംഗ്. എടാ സിദ്ധു, ഇത്രയും കേട്ടിട്ട് നിനക്ക് എണീക്കാറായില്ലേ? ഒരു ജോലിക്കും പോവാതെ ആടിപ്പാടി ഇങ്ങനെ ആഘോഷിച്ച് നടന്നാ മതിയോ? അതാണോടാ ജീവിതം? അതാണ്, അത് തന്നെയാണ് ജീവിതം. ജിന്ദഗി നാ മിലേഗി ദുബാര. ആരോട് പറയാൻ? എടാ ഫുഡ് മേശപ്പുറത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. നിനക്ക് എവിടെയും പോണെങ്കിൽ ഗേറ്റ് അടച്ചിട്ട് വേണം പോകാൻ കേട്ടോ. ഓക്കെ. ഞാൻ പറഞ്ഞാലെന്തായി? രഞ്ജിത്തെ, നീ 1-2 ആളെ കൂടെ കണ്ടെത്ത്. പാർട്ട്ണർഷിപ്പ് ഇല്ലാതെ 2.25 കോടി രൂപ മുടക്കിയിട്ട് ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് ആ റിസോർട്ടൊന്നും വാങ്ങാൻ പറ്റൂല. നീ ഇതൊറ്റയ്ക്ക് തന്നെ വാങ്ങിച്ചാൽ പ്രോഫിറ്റ് ഷെയർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒരു ബാങ്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അടക്കാവുന്നുള്ളൂ. സെക്യൂരിറ്റി ഇല്ലാതെ എനിക്കൊരു ബാങ്കും ലോൺ തരൂല. കിട്ടിയാൽ ലോട്ടറിയാ, അത് മതി. പക്ഷെ വെള്ളം ഇല്ലാത്തടത്ത് എങ്ങനെയാടാ മുങ്ങുന്നേ? അതൊക്കെ അവിടെ വെക്കട്ടെ. ബാങ്ക് ലോൺ തരപ്പെടുത്തുന്നതൊക്കെ നിന്റെ മിടുക്ക. ഈ ഡീലിൽ എനിക്ക് കമ്മീഷൻ പോലും വേണ്ടെന്ന് നിനക്കറിയാലോ. അല്ലെങ്കിൽ തന്നെ നിനക്ക് ആര് കമ്മീഷൻ തരുന്നു? വിറ്റ് കൊടുത്ത അയാൾ കാശ് തരുന്നല്ലേ പറഞ്ഞത്. നിനക്ക് ഗുണമുള്ള കാര്യം പറയുമ്പോൾ ആളെ കളിയാക്കി സംസാരിക്കില്ലേ?
പിന്നെ 3 മാസം വരെ ഞാൻ ചവിട്ടി വെച്ചോളാം. അതിനുള്ളിൽ നിനക്ക് ഫണ്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ആ റിസോർട്ട് നമ്മുടെ കയ്യിലിരിക്കും. ഇല്ലെങ്കിൽ വേറെ ആമ്പിള്ളേരെ ഒത്തിക്കൊണ്ടുപോകും. അറിയാലോ, 2:40 വരെ എടുക്കാൻ ആളുണ്ട്, മറക്കണ്ട. 2:40 നോക്കാം കിട്ടോ. ആ, ഒരു ബീഫ്, ഒരു CB, 2 നൂഡിൽസ് അല്ലേ? സെയിം നമ്പർ അല്ലേ? ഓക്കെ 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 ശരി. ആ സിദ്ധു, അല്ല അൻവറെ, ഭയങ്കര തിരക്കാണല്ലോ. നിനക്കൊരു സ്റ്റാഫിനെ ഇവിടെ വെച്ചുവിടറാ. എന്നാ പിന്നെ അനക്ക് നോക്കിക്കൂടെ? അതാവുമ്പോൾ അനക്കൊരു വരുമാനാവൂലേ? എൻ്റെ മുതലാളി അവൻ മിനിമം ഒരു യോഗ്യത വേണോടാ. നീ ഒരു ശരാശരി മലയാളി ഈഗോ തൊട്ട് കളിക്കരുത്. വേണ്ടടാ, ഈ ആ പാവം വിദ്യേൻ്റെ ശമ്പളത്തിൽ തന്നെ അങ്ങ് കഴിഞ്ഞാൽ മതി. എൻ്റെ അമ്മേൻ്റെ കാലശേഷം അവളെയാണല്ലോ നിന്റെ സ്പോൺസറായിട്ട് കണ്ടേക്കണേ. നീ ഇന്ന് അവളെ കണ്ടായിരുന്ന? ഇന്ന് രാവിലെ ഫോണൊന്നും എടുക്കാത്തതുകൊണ്ട് അവള് ഭയങ്കര ദേഷ്യത്തിലാ. ഈടുത്തി തിരക്കിൻ്റെ ഇടയിൽ ഏടെ കാണാനടാ. പിന്നെ ഓളെ കാര്യങ്ങൾ ഈയൊക്കെ തന്നെ അങ്ങോട്ട് നോക്കിയാൽ മതി. എനിക്ക് വേറെ പണിയുണ്ട്. ശരി, ആടെന്താ വേണ്ട നോക്ക്. ഇനി എന്താ വേണേനാ? ജിഷോബേ, ഈടെ കുറച്ച് വെള്ളം കൊടുത്തേ. സാർ, സാർ ഞാൻ ബാങ്കിലേക്ക് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. അമ്മ പറഞ്ഞായിരുന്നല്ലോ അല്ലേ, ബിസിനസ് ലോണ് ഇപ്പോൾ വളരെ അട്രാക്റ്റീവ് ആൻഡ് ലോവസ്റ്റ് ഇൻട്രസ്റ്റ് നൽകുന്നുണ്ട്. സിദ്ധു ഉടൻ വരെ വരുമായിരുന്നെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സംസാരിക്കായിരുന്നു. സാർ, എത്ര വരെ നമുക്ക് മാക്സിമം ലോൺ കിട്ടും? നൗ ഇറ്റ് ഈസ് 7 to 10 lakhs ഫോർ അച്ചാർ പ്രൊഡക്ഷൻ ഓർ ഡിറ്റർജൻറ്റ് ആൻഡ് സോപ്പ് യൂണിറ്റ്. അതിന് ഈ എമൗണ്ട് ധാരാളമാണല്ലോ സിദ്ധു. പിന്നെ 7 വർഷം കൊണ്ട് ഇത് ക്ലോസ് ചെയ്താൽ മതി. അച്ചാറ്, സോപ്പ്, സോപ്പ് പൊടി, ഇതൊക്കെ സാറിനോട് ആരാണ് പറഞ്ഞത്? അത് സിദ്ധുവിൻ്റെ അമ്മ ലേഖ മേഡം. സർ, അറ്റ്ലീസ്റ്റ് 1 or 2 crore ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ബിസിനസ്സാണ് ഞാൻ നോക്കുന്നത്. ആക്ച്വലി എൻ്റെ കയ്യിൽ 2 ഇന്റർനാഷണൽ പ്രപ്പോസൽസ് ഉണ്ട് അവരുടെ. സോ ദേ ആക്ച്വലി പ്ലാൻ ടു ലോഞ്ച് ഇൻ ഇന്ത്യ. അവരുമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല സിദ്ധു ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ തുകയ്ക്ക് ഈ പറഞ്ഞ ഇന്റർനാഷണൽ കമ്പനികൾ ഗ്യാരണ്ടി നിൽക്കുമോ? ഇല്ല സർ, ഇതിന് ഞാനാണ് ഗ്യാരണ്ടി. ആ, അതാണ് ഞാൻ പറഞ്ഞത്. സിദ്ധുവിൻ്റെ അമ്മ പോലും ഈ വലിയ എമൗണ്ടിന് ഗ്യാരണ്ടി നിൽക്കൂല. മാത്രമല്ല, ഇപ്പോൾ ഉള്ള ഈ വസ്തുവും വീടും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോയി കിട്ടും. മനസ്സിലായോ? സർ, ഇത് കഴിഞ്ഞാൽ എനിക്ക് അമ്മയുടെ സഹായം ആവശ്യമേ ഇല്ല. സാറിന് സെക്യൂരിറ്റി വേണ്ട എല്ലാ ഡോക്യുമെന്റ്സും സാറിൻ്റെ മുന്നിലെത്തിയിരിക്കും. അല്ല സിദ്ധു, ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാ, സാർ ഇപ്പം ആലോചിച്ചിട്ട് ഒരു മറുപടിയും പറയണ്ട. ഓക്കെ, താങ്ക് യു സാർ. അച്ചാറും സോപ്പും. ഞാൻ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. വിദ്യ, ഞാൻ താഴെ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു, അപ്പോൾ മൈൻഡ് ചെയ്തില്ല. സുധി, ഒരു നെല്ലിക്ക, ഒരു ഓറഞ്ച് ജ്യൂസ്. ഓക്കെ. ആര് പറഞ്ഞിട്ടാ നീ നെല്ലിക്ക ജ്യൂസ് കുടിച്ചു തുടങ്ങിയത്? നെല്ലിക്ക എനിക്കല്ല, നിനക്ക. ശരിക്കും നിനക്ക് നെല്ലിക്ക തള വേണ്ടത്. തൽക്കാലം ജ്യൂസ് കൊണ്ട് തൃപ്തിപ്പെടും. എനിക്ക് വേണ്ട, നീ തന്നെ അങ്ങ് കുടിച്ചാൽ മതി. സിദ്ധു, ഇപ്പൊ തന്നെ നീ 17 കിലോ ഓവറാ. പറ്റുമെങ്കിൽ നീ പറയുന്ന ഒന്ന് കേക്ക്. ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഹെൽത്തൊക്കെ ഒന്ന് നോക്ക്. കുറെയൊക്കെ മടി അങ്ങനെയെങ്കിലും കുറയും. ഞാൻ ജോലിക്ക് പോവാത്തത് മടിയായിട്ടല്ല. 80K സാലറിയുള്ള ഒരു ജോബ്, അല്ലെങ്കിൽ ക്രോർസ് ആൻഡ് ക്രോസ് ആനുവൽ ടേൺ ഓവറുള്ള ഒരു ബിസിനസ്. ഇതിൽ കുറഞ്ഞതൊന്നും തന്നെ സ്വപ്നം കാണാൻ നീ എന്നെ നിർബന്ധിക്കരുത്. അതാവുമ്പോൾ ആരുടെ മുന്നിലും തലകുണിക്കണ്ടല്ലോ. ദേ, ഇന്ന് തന്നെ നമ്മുടെ ബാങ്ക് മാനേജർ വിളിച്ചുകൊണ്ടിരിക്കുക. എത്ര ലക്ഷം വേണമെങ്കിലും ലോൺ തരാന്നിട്ട് പുറകെ നടക്കുക. അത് നടന്നോട്ടെ, നീ കണ്ടോ? ആ, ഓറഞ്ച്, നെല്ലിക്ക. ഇതൊക്കെ കുറെ കേട്ടിട്ടുള്ളതാ. ആദ്യം ആൾക്കാരെ പറഞ്ഞു പറ്റിക്കുന്ന ഒന്ന് നിർത്ത്. ഇത് എപ്പോഴത്തെയും പോലെ അല്ല. ആ, എനിക്ക് തിരിച്ചു കയറാൻ സമയമായി. വൈകിട്ട് എന്താ നിന്റെ പരിപാടി? വൈകിട്ട് ഞാൻ കുറച്ച് ബിസിയാ. നമ്മുടെ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യാനുള്ള പ്രൊജക്റ്റ് ഞാൻ പിള്ളേരെ കൊണ്ട് പ്രിപ്പയർ ചെയ്യിപ്പിച്ചോണ്ടിരിക്കുക. അവരെ പോയി ഒന്ന് മീറ്റ് ചെയ്യണം. ഏത് പിള്ളേര്? അതൊക്കെ ഉണ്ട്. യു ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഉള്ളത് പറയാലോ, എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ചേട്ടാ, ബിൽ കാർഡാണോ ക്യാഷാണോ? താങ്ക് യു. അതെ, ഒരു വഴിക്ക് പോവില്ലേ? 2000 ഉണ്ടാവും തരാൻ.
നാണമില്ലല്ലോ. എന്തിന്? പപ്പടം ഇല്ലേ? കാച്ചിയിട്ടില്ല. പോയി കാച്ചിട്ട് വന്നാ പിന്നെ പോ. അതിന്റെ ഒരു കുറവേ ഉള്ളൂ. പപ്പടം അതുണ്ടെങ്കിൽ അങ്ങോട്ട് ഇറങ്ങും. ഹലോ എടാ തെണ്ടി, നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ? ആ നയന തുടരെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ മനസ്സിലാടാ ആത്മാർത്ഥ സുഹൃത്തിന്റെ വില. ഇനി നിനക്ക് ഒന്നല്ല 10 റിസോർട്ട് വാങ്ങിക്കാം. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള പെണ്ണാവുള്ളൂ. പക്ഷെ കെട്ട് കഴിഞ്ഞാൽ നാട്ടിൽ നിൽക്കാൻ പറ്റില്ലെന്നുള്ളൂ. വിട്ടോണം വല്ല അമേരിക്കയിലേക്കോ ആസ്ട്രേലിയക്കോ വല്ലോ. ഇല്ലെങ്കിൽ ആ വിദ്യയുടെ പിച്ചാത്ത തുമ്പി നീ തീരും. അവൻ്റെ ഒരു നയനാപ്പോൾ നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ? പാർട്ട്നേഴ്സിന് തപ്പാനും റിസോർട്ട് വാങ്ങാനും അല്ലേ, അല്ലാതെ എനിക്ക് മാമാപ്പണി ചെയ്യാനല്ല. അല്ലെങ്കിൽ നല്ലത് നായൊക്കെ ചേരില്ലെന്നുള്ള പഴഞ്ചൊല്ലുണ്ട്. 10 പൈസയുടെ ഗതിയില്ലവന്, എന്നിട്ട് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ചെയ്യാൻ നടക്കണം. എടാ നിനക്കൊക്കെ ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും? പോട്ടെ, നിന്റെ അമ്മയെങ്കിലും ഒരു ലോണിന് വേണ്ടി ഗ്യാരണ്ടി ആയിക്കോ? ഇല്ല. ഗ്യാരണ്ടർ ഞാനാണെങ്കിൽ 90% ലോണ് തരാന്ന് ബാങ്ക് പറഞ്ഞിട്ടുണ്ട്. 2.5 കോടി തരാന്ന് പറഞ്ഞു. 2.5 കോടിയല്ലടാ, 2.5 ലക്ഷം. 2.5 ലക്ഷം എന്തിന്? എടാ ഒരു ഓട്ടോ മേടിക്കാൻ. ഓട്ടോയോ? ആ, ആർക്ക്? നിനക്ക് തന്നെ. എടാ ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. നിനക്ക് നാണക്കേടാണെങ്കിൽ ഈ പരിസരം വിട്ട് രാത്രി വേറെ എവിടെയെങ്കിലും പോയി ഓടിച്ചോ മോനെ. അമ്മ അതിന് കടക്കുന്നു. എത്രയോ ബാല്യക്കാർ ഓട്ടോ ഓടിച്ച് അന്തസ്സായിട്ട് ജീവിക്കുന്നു. ഇനി നീ കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. അതെങ്ങനെ ശരിയാവും? അത് ശരിയാവും. പിന്നല്ല, എന്ത് പറഞ്ഞാലും അവൻ ഓരോരോ ന്യായങ്ങൾ. ಹಲೋ ಅಣ್ಣ, ನಾನು ರುದ್ರ ಅಂತ. ರುದ್ರಯ? ಅವತ್ತು ಮೈಸೂರು ಬಸ್ಸಲ್ಲಿ ಪರಿಚಯ ಮಾಡಿಟ್ಟಿಲ್ವಾ? ನಾಪ್ಕೆ ಇಲ್ಲಿ ಅಣ್ಣ. ಹಾ ಹೌದು, ಬಸ್ಸಲ್ಲಿ ನೂರಲ್ಲಿ ಏನಾದರೂ ಕೆಲಸ ಕಡಕು ಬಾ. ಇಲ್ಲಿ ಸೋಲಿ ಕೂಲಿಯೂ ಎದೂ ಇಲ್ಲ. ನಿನ್ಮ ನಾನು ಕಂಡು നല്ലോണം തോന്നി, അതാ വിളിച്ചു. എന്റെ അണ്ണ എനിക്കേ ഗേൾസ് ഇല്ല, പിന്നെ ഞാനെങ്ങനെ? അണ്ണ യാവത്താದ್ರೂ ಒಂದು സോറി ಮಾಡಿ. എന്തെങ്കിലും വരുമ്പോ ഞാൻ വിളിക്കാം. വെച്ചിട്ട് പോ. അതെ അതെ നിന്ന് നടക്കല്ലേ. നാളെ മുതൽ സിദ്ധാർത്ഥൻ ഒരു പുതിയ മനുഷ്യനായിരിക്കും. നീ ഒന്ന് പോടാ, കുറെ കേട്ട് ഞാനിത്. ഈ പാതിരാത്രിയിൽ വെറുതെ വിളിച്ച് വെറുപ്പിക്കുന്നു ആര്? പൈസ വന്നല്ലോ. താങ്ക്സ് ഡിയർ. ഉളുപ്പുണ്ടോടാ മരപ്പട്ടി? ലവ് യു ടു. സിദ്ധു സംശയിക്കണ്ട, പഴയ ആള് തന്നെ. മുജീബ് കാ മോനെ സിദ്ധു, രക്ഷപ്പെട്ടല്ലേ? ഒരു വിധം ഗ്രിപ്പായി വരുന്നു മോനെ. ബിസിനസ് ഒക്കെ ഒന്ന് പച്ച പിടിക്കാൻ തുടങ്ങി. ഒരു വിധമൊന്നല്ലിക്ക. വാച്ച്, മോതിരം, വെള്ളച്ചെരുപ്പ്, കാറ്, ലക്ഷപ്രഭു അല്ലേ? ലക്ഷങ്ങളുടെ കളിയൊന്നും ഇല്ല മോനെ, only crores. കൊല്ലത്തുള്ള ഫാമിലിയിലെ കൊച്ചാപ്പയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, എക്സ്പോർട്ടിംഗ് ബിസിനസ് ആണ്. ഞാനും കൂടെ കൂടി. പിന്നെ വീട്ടിലെന്തൊക്കെയുണ്ട് വിശേഷം? അമ്മ റിട്ടയർ ആയോ? ഇല്ലിക്ക, 2-3 വർഷം കൂടെ ഉണ്ട്. അതിനുള്ളിൽ രക്ഷപ്പെടണേക്ക, അല്ലെങ്കിൽ ലോക തോൽവിയായി. തോറ്റുപോകും. അത് ആ ചിന്ത വന്ന് നിനക്ക് വളരെ നല്ല കാര്യം. താങ്ക് യു. ഓരോരോ ശൈലി അത് വിടും. അതേക്കാ, നമുക്കേ തൊട്ടടുത്ത് ഇവിടെ നല്ല മട്ടൻ കിട്ടുന്ന കുഞ്ഞു കടയുണ്ട്, അങ്ങോട്ട് പോയാലോ? ചെറിയ കടകളുടെ കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്തു. നീ വാ, എന്റെ സ്വന്തം ജീപ്പിലോട്ട് കയറി ഇരുന്നാട്ടെ. ഒരു മിനിറ്റേ. ഇതെന്താണ് ഒരുമാതിരി ബോറൻ ഫാമിലി മാൻമാരെ പോലെ സഞ്ചിയും കുപ്പിയും പാട്ടയൊക്കെ ആയിട്ട്? അത് വീട്ടിലേക്കാ. കൊറേ നേരം ആയല്ലോ, ഫോൺ വരുന്നു, കട്ട് ചെയ്യുന്നു. ഡേ സിദ്ധു, നിന്റെ പഴയ ചുറ്റിക്കളിയൊന്നും ഇതിനായിട്ട് മാറിയിട്ടില്ലേ? നീ ഫോൺ എടുക്കടാ. നീ എന്തിനാ എന്നെ മറയ്ക്കുന്നത്? ഇത് അതൊന്നും അല്ലേക്ക,
ഇതൊരുത്തൻ ജോലിക്ക് വേണ്ടി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. ജോലിയും കൂലിയില്ലാതെ ഞാൻ എങ്ങനെ അവന് ജോലി ഒപ്പിച്ചു കൊടുക്കാനാ? ഒരുത്തനാ അതാ ഒരുത്തിയാ? ഒന്ന് പോയിക്ക. ഇത് മൈസൂരിൽ നിന്ന് വരുന്ന വഴി ബസ്സിന്ന് പരിചയപ്പെട്ട ഒരുത്തൻ. ഓ, അത്തരം ഏണികളെയൊക്കെ അപ്പൊ ഒഴിവാക്കി കളയണം. ഇല്ലെങ്കിൽ തൊല്ലയാ. നീ അടുത്ത പ്രാവശ്യം വരുമ്പോ ഫോൺ എടുക്ക്, ഞാൻ റെഡിയാക്കി തരാം. അത് വിട്ട് കളക്ക കടി. എടാ, നോ പറയേണ്ടടുത്ത് നോ പറയാൻ അറിയാത്തതാണ് ഏറ്റവും വലിയ പരാജയം. ഇത് ഞാൻ പറഞ്ഞല്ല, വിവരമുള്ള ആൾക്കാർ പറഞ്ഞ. ദാ പിന്നെയും വന്നു. നീ ഫോൺ എടുക്ക്, എന്നിട്ട് ഞാൻ പറയുന്ന പോലെ പറ. ಸ್ಪೀಕರ್ಲಿಡು, ನೀ ಸ್ಪೀಕರ್ಲಿಡು. ಹಲೋ ಹಲೋ ಅಣ್ಣ, ದಯವು ಸಂಜೆ ಕಾಲ್ ಕಟ್ ಮಾಡಾದೆ. ನಾನು ಸೋಲಿಕಾಗೆ ಎಲ್ಲ ಕಾಲ್ ಮಾಡಿയത്. ಒಂದು ಸಹಾಯ ಮಾಡಿ കൊടുക്കുക. സഹായിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല നീ എന്ന് പറ. നിന്റെ പേരെന്താ പറഞ്ഞേ? ರುದ್ರ ಅಣ್ಣ, ನಾನು പേര് ರುದ್ರ. രുദ്ര, നിന്നെ സഹായിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഞാനിപ്പോ. ಸ್ವಲ್ಪ ನಾ ಹೇಳೋದು ಒಂದು ಕೇಳ್ಕುವ. ഹേയ്, നീ എന്ത് പറഞ്ഞാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. ಅಣ್ಣ, നിങ്ങൾ ಯಾರಾದ್ರೂ പറയില്ലെങ്കിൽ ಒಂದು ರಹಸ್ಯ ಹೇಳ್ತೀವಿ. എന്താന്ന് വെച്ചാ പറ. ಅದು ನಮ್ಮೂರടുത്ത് ದೇವಸ್ಥಾನ കുഴി തോണ്ടുമ്പോ ನನಗೂ കുറച്ച് ചിന്ന കിട്ടി. ചിന്നയാ? സ്വർണ്ണ അണ്ണ, സ്വർണ്ണ. അതെങ്ങനെയാലും ഒന്ന് വിട്ടു തരാവോ? സ്വർണ്ണ വിറ്റ് തരാനാ? എനിക്ക് ആ പരിപാടിയൊന്നുമില്ല. നീ വേറെ ആരെങ്കിലും നോക്ക്. നീ അങ്ങോട്ട് വിളിക്കാന്ന് പറ. രുദ്ര, ഒരു മിനിറ്റ്, ഇപ്പൊ വിളിക്കാം. സരിനാ. ഇതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതിയാ മതി. ഇല്ലെങ്കിൽ ദരിദ്രവാസിയായ നിനക്ക് ഈ വലിയ ഡീൽ വന്ന് ചേരുവോ? ഇതൊക്കെ കോടികളും അറിയുന്ന ഇന്റർനാഷണൽ ഡീലാ മോനെ. കിട്ടേണ്ടവരുടെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ. എഴുന്നേറ്റെ, എഴുന്നേറ്റെ. ഇനി വേറൊന്നും ചിന്തിക്കണ്ട. കൊടുകൈ. ദ ഗെയിം ഈസ് ഓൺ. ഇനി നീ ഒന്ന് വിളിച്ചു നോക്ക്. എന്താ പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നുകൂടെ വിളി. മതി. ഇനി തിരിച്ചു വിളിക്കുമെന്ന് നോക്കാം. അതല്ല ഞാൻ ആലോചിക്കുന്നത്. തൽക്കാലം വീട്ടിൽ നിന്ന് ചാടാൻ ഒരു ബിസിനസ് പ്ലാനിന്റെ കഥ പറയാം. വിദ്യയോട് അതേ പ്ലാൻ തന്നെ പറയാം. പക്ഷെ അതിന് മുന്നേ കുറച്ച് ക്യാഷ് അറേഞ്ച് ചെയ്യണം. അതിനെപ്പറ്റി ഒന്നും ഇപ്പൊ ചിന്തിക്കണ്ട. എല്ലാ കാര്യവും ഞാൻ ഏറ്റ്. അവൻ. ഹലോ ഹലോ അണ്ണ, ഫോണിൽ ചാർജറിലില്ല. അതാ ഒരു അങ്കടിയിൽ ചാർജ് ഇട്ടത്. ನಾನು പറഞ്ഞ വിഷയം എന്താവൂ? അത് ഓക്കെ. പക്ഷെ ഞാൻ ഉറപ്പ് പറയുന്നില്ല. ഞങ്ങൾ ശ്രമിക്കാം. പക്ഷെ അതിന് മുന്നേ ഈ ഗോൾഡ് ഒറിജിനൽ ആണെന്ന് ഞങ്ങൾക്ക് ഉറപ്പിന് ടെസ്റ്റ് ചെയ്യണം. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? പേടി വേണ്ടണ്ണ, ഞങ്ങള് പാവങ്ങളാ. പ്രശ്നം എതുവും പറയാതെ വിശ്വാസം മതി. ഞാൻ പറയുന്ന ജാഗക്ക് നിങ്ങൾ വന്നാൽ മതി. സ്വർണ്ണ നിങ്ങളുടെ കൈ തരാ. ഓക്കെ, ശരി. അപ്പൊ ഞാൻ വിളിച്ചോളാം. ശരി, ഉള്ളതാകില്ലേ? കേട്ടില്ലേ? വെറും പൊട്ടന്മാരാ. ഇനി ബാക്കി പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തതനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ഓക്കേ? നീ ബിസിനസ് ടൂറിന്റെ കഥയൊന്നും പറയണ്ട. ആരുടെയെല്ലാം കൂടെ എവിടെയാ ടൂർ അടിക്കാൻ പോകുന്നത് മാത്രം പറഞ്ഞാ മതി. അമ്മേ, പറ്റിയ സ്ഥലം 10 ഏക്കർ കുറയാതെ കിട്ടിയ സ്ഥലം വാങ്ങാനുള്ള കാശ് അവര് മുടക്കും. നമ്മളത് നോക്കി നടത്തുന്നതിന്റെ വിഹിതം പാർട്ട്ണർഷിപ്പായ ഒരു എഗ്രിമെന്റ് എഴുതി ഉണ്ടാക്കും. മുജീബ് ഖാന്റെ ഡീലാ. ഇത് നടക്കും. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു വരവുണ്ട് മോളെ. ഇനി നീ പറയുന്നത് ഞാൻ വിശ്വസിക്കണോടാ? ഇതാ ഞാൻ നിന്നോട് ഒന്നും പറയാത്തത്. എത്ര ഓപ്പണായിട്ട് സംസാരിച്ചാലും നീ ഒരു മാതിരി. നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്തെങ്കിലും ഉടായ്പില്ലാതെ നീ ഇനി ഇറങ്ങി തിരിക്കില്ലല്ലോ. പിന്നെയും ആളെ പറ്റിക്കാൻ ഓരോ കഥയും പറഞ്ഞോണ്ട് ഇപ്പൊ ഇത് ഫാം തുടങ്ങാൻ പോകുന്നു. ഞാൻ നിന്നെ വിളിക്കാം. ഈ വഴി കിടന്ന് തല്ലു പിടിക്കാൻ എനിക്ക് വയ്യ. മുജീബ് അവിടെ കാറിൽ വെയിറ്റ് ചെയ്യാം. എന്നാ നീ ചെല്ല്. കാശിന് ആവശ്യം വരുമ്പോ പറഞ്ഞാ മതി, ഇട്ടുതരാം. പോരെ? നീ ഈ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവാത്തോണ്ടല്ല. ഒരു നല്ല കാര്യത്തിന് പോകുന്നോണ്ട് ഞാൻ ഇതിന് മറുപടി പറയുന്നില്ല. രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ കണക്ക് പറഞ്ഞ് നിന്റെ കാശ് തിരിച്ചു. എന്നാ ഈ ജന്മം എനിക്കിനി കാശ് കിട്ടാൻ പോകുന്നില്ല. പൊടി പോടാ. പോയിട്ട് വേഗം വരണേ.
നിന്നെ പോലെ ഒരുത്തനെ ശരിക്കും മനസ്സിലാക്കിയിട്ടും അവൾ കൂടെ ഉണ്ടെങ്കിൽ ഷീസ് ഗ്രേറ്റഡാ. എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റാ. ചില സമയത്തൊക്കെ ബ്രേക്കപ്പ് ആയാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അത് നീ ചെയ്യില്ല എന്ന് എനിക്കറിയാം. പൊന്മുട്ടയിടുന്ന താറാവല്ലേ, കൊല്ലില്ല എന്ന് മാത്രമല്ല പന പോലെ വളർത്തും. പോയിക്ക എന്തോ ഒന്നുണ്ട്, അറിയാത്ത എന്തോ ഒന്ന്. നീ ഇങ്ങനെ തെക്ക് വടക്ക് നടന്ന് നടന്ന് നീ ഇപ്പൊ പറഞ്ഞില്ലേ ആ എന്തോ ഒന്ന്, അത് അവളുടെ കയ്യിൽ നിന്ന് പോയി കിട്ടും. പിന്നെ അവള് നിന്നെയും കളഞ്ഞ് ഒരൊറ്റ പോക്കുന്നു. സാധാരണ എങ്ങനെയാണ് നടക്കാറുള്ളത്. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അവൾ അങ്ങനെ പോലിക്ക. ഇട്ടിട്ട് പോവാൻ ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ എന്നെ പോലത്തെ ഒരുത്തിന് സഹിക്കാൻ അവൾക്കേ പറ്റൂ. നമ്മുടെ ഈ യാത്ര സക്സസ് ആയാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. ആ രുദ്ര, ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു. വൈകുന്നേരത്തോടെ അവിടെ എത്തും. ഫോൺ എടുക്കണേ. ശരി അണ്ണാ, നിങ്ങള് ഹൽക്കരെ കളിച്ച് വിളി, ഞാൻ രാസ്ത പറഞ്ഞു തരാം. ലേറ്റ് ആകുമ്പതില്ല. ഇല്ല വിളിക്കാം. വാ പോവാ. ഹലോ, ഡാ നീ എവിടെ എത്തി? ഞാൻ ഈ ഗോണിക്കുപ്പ കഴിഞ്ഞു. നാളെയല്ലേ പരിപാടി? മറ്റന്നാ തിരിച്ചെത്തുവോ അതോ കറങ്ങി തിരിഞ്ഞ് ഒരാഴ്ചയാവോ? ഒന്നും പറയാൻ പറ്റില്ലടി. ചിലപ്പോൾ 2-3 ദിവസം എടുത്തുനിന്നിരിക്കും. അറിയായിരുന്നു. വെനസ്ഡേ അമ്മയുടെ ബർത്ത്ഡേ ഓർമ്മയുണ്ടോ? ആ അതിന്റെ ട്രീറ്റ് ഒക്കെ നീ വന്നിട്ടാണെങ്കിൽ തന്നാ മതി, ഒരു കുഴപ്പമില്ല. എടാ പോത്തെ, അതിനല്ല. എന്തു പറയാനാ? നീ ഫോൺ വെച്ചേ. ഓക്കെ അപ്പൊ ഞാൻ നിന്നെ വിളിക്കാം. ഓക്കെ. നാരികൾ നാരികൾ നരകീയാഗ്നികൾ, വിശ്വവിപത്തിന്റെ നാരായ വേരുകൾ എന്നാണ് കവി പാടിയിട്ടുള്ളത്. ആക്ച്വലി ഞാനവളെ അനന്തതയുടെ അജ്ഞാത നീലിമയിൽ ഒഴുകിയെത്തുന്ന ഒരു അപ്സരസായി കണ്ടുപോയി. അപ്പോ നീലനിഷീദിനിയിൽ താമരപ്പൊയ്കയിൽ നീന്തി തുടിക്കുന്ന ഒരു അരയന്നമായി കണ്ടുവോ നീ അവളെ? കണ്ടു. നിന്റെ കാര്യം പോക്കാമോനെ. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഡീലിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. നമ്മളോട് പറഞ്ഞതുപോലെ അവന്മാര് വേറെ ആരോടത്തെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലോ? നമ്മൾ കഥയം പറഞ്ഞ അവിടെ എത്തുമ്പം ആമ്പിള്ളേർ സ്വർണം കൊണ്ട് പോയി കാണും. അവൻ അങ്ങനെ ചെയ്യോ? ഇതുപോലെ ലോകത്തിന്റെ എത്രയോ ഇടങ്ങളിൽ എത്രയോ ആൾക്കാർ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്നുണ്ടാവും. ഹായ് ജാവേദ്. ഹായ്ഡാ. நாளைக்கு முடிஞ்சிருமா அசோக்? கன்ஃபார்மாக சொல்ல முடியாது. நேற்று நைட் அவன் ஃபோன் சுவிட்ச் ஆஃபாக இருந்துச்சு. காலையிலேயே கால் பண்ணா, ஏதோ அவங்க ஏரியாவில் பவர் ஃபெயிலியரு, அதனால தான் சுவிட்ச் ஆஃப்னு சொன்னான். எப்படியாவது 2 டேஸ்க்குள்ளே முடிச்சு அவன் அசோக். என்ன டென்ஷனாக இருக்கா? எல்லாம் பிளான் பண்ண மாதிரி நடந்தா நம்ம லைஃபே மாறிடும். அதான். கவலைப்படாத நண்பா, கண்டிப்பாக நடக்கும். நம்ம லைஃபே மாறிடும். வா. പറ്റാത്തോണ്ടല്ലേ ചക്കരെ, അമ്മ എന്തായാലും സെപ്റ്റംബറിൽ വരും. സെപ്റ്റംബറിലോ? എന്നോട് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഇപ്പൊ എന്തായാലും അമ്മ വരുമല്ലോ കുഞ്ഞിനെ നീ കാണാൻ. മെലീനും ജോയ് ഇത്തവണ നാട്ടിൽ വരുമ്പോ പറയണം എന്തായാലും ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ. അവരോട് ഞാൻ പറയാനിട്ടാണോ ആന്റി? അവർക്ക് വലിയ പ്ലാൻസാ, സിദ്ധുവേട്ടനെ പോലെ. അല്ല, ചെന്ന കാര്യം എന്തായി? എന്തേലും അറിവുണ്ടോ? അവനെ വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ല മോളെ. പറ. എടാ, നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ലല്ലോ. അമ്മ കുറച്ച് റേഞ്ച് ഇല്ലായിരുന്നു. ഞാനിതേ ഇപ്പോ മറ്റേ ഗോണിക്കുപ്പ കഴിഞ്ഞു. ശരി, നീ എപ്പോ എത്തും? അത് ചിലപ്പോ രാത്രിയാവും. നീ എത്തുമെന്ന് ഞാൻ വേണുമാമനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വയ്യ അമ്മേ. ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ച് അവിടെ താമസൗകര്യം പറഞ്ഞിട്ടുണ്ട്. എന്നാ നീ തന്നെ വിളിച്ച് പറ. പിന്നെ നീ വരുന്നതിന് മുമ്പ് അവിടെ എന്തായാലും ഒന്ന് കയറണം. അവർ നിന്നെ കാണാൻ കൊതിച്ചിരിക്കാടാ.
ശരി, ഞാനെന്നാ വേണുമാനെ വിളിച്ചോളാം. ആ ശരി. അച്ഛൻ്റെ ഒരു പഴയ കൂട്ടുകാരനായി വേണുമാവൻ. പണ്ട് ഞങ്ങൾ വെക്കേഷന് പുള്ളിയുടെ അടുത്ത് പോകുമായിരുന്നു. പുള്ളിക്ക് കൃഷിയാ, ഒരു കിടിലൻ ഫാം ഹൗസ് ഉണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്, അമ്മയായാലും ഭാര്യയായാലും കാമുകിയായാലും അവര് നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് തടസ്സം നിൽക്കും. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളെ കൂച്ചുവിലങ്ങിടാൻ സമൂഹവും കുടുംബവും ചേർന്നുണ്ടാക്കുന്ന ഒരു പൊറോട്ട നാടകമാണ് ഈ കല്യാണവും കുടുംബവും. ഓ, തലനാരിഴയ്ക്കാണ് ഞാനൊക്കെ രക്ഷപ്പെട്ടത്. ഇപ്പോഴും അത് ഓർക്കുമ്പോഴൊക്കെ എൻ്റെ ബോഡി. ഇക്ക, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ മാനവരാശിയുടെ അടിത്തറ തന്നെ ഈ കുടുംബം എന്ന് പറയുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലേ? ഇത് നിന്റെ അച്ഛൻ പണ്ട് പറഞ്ഞല്ലേ? എനിക്കറിയാം. അങ്ങേരങ്ങനെ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു നിനക്കറിയുവോ? ഈ സ്ത്രീവർഗത്തെ ഒരു കൈയകലത്തിൽ നിർത്താൻ തുടങ്ങിയതിന് ശേഷമാണ് എന്റെ ജീവിതം മാറി മറിഞ്ഞത്. ഞാൻ 3 വർഷം മുന്നേ കണ്ട മുജീബ് ലക്ഷണമൊത്തൊരു വായി നോക്കിയായിരുന്നു. നന്മയുള്ള സ്ത്രീലമ്പടൻ. എന്റെ പൂർവാശ്രമത്തിലെ കഥ പറഞ്ഞ് എന്നെ കൊച്ചാക്കാൻ നോക്കരുത്. പണ്ട് എന്തായിരുന്നു എന്നുള്ളതല്ല, ഇപ്പൊ എന്തായി തീർന്നു എന്നുള്ളതാണ് പ്രധാനം. ഇതാ പറഞ്ഞത്. പണ്ടും ഞാൻ പറഞ്ഞ ആരും ഒന്നും വിശ്വസിക്കില്ല. വിശ്വസിക്കൂല. പറഞ്ഞ നാവെടുത്ത് വായില് കിട്ടതേ ഉള്ളൂ. ദേ നിൽക്കണൊരു മാറണം, ലിഫ്റ്റും ചോദിച്ച്. നിർത്തണ്ടേ, വിട്ടുപോയിക്കോ. അവളെ കണ്ടാലറിയാം അവളൊരു കള്ളിയാണ്. പോയി. ഹലോ. താങ്ക്സ് ചേട്ടാ. ചേട്ടൻ വണ്ടി നിർത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. ചേട്ടൻ വണ്ടി നിർത്തിയല്ലോ, ഇനി എന്താ? വാ. അല്ല, എന്റെ 2 ഫ്രണ്ട്സ് കൂടെ ഉണ്ട്, വാഷ്റൂമിൽ പോയിക്കുവാ. ഇനിയും കുട്ടികളുണ്ടോ? ഞാൻ സോളോ സുപ്രിയ. ബ്യൂട്ടിഫുൾ നെയിം. താങ്ക് യു. ഐ ആം മുജീബ്. ഞാനൊരു ട്രാവൽ വ്ലോഗറാണ്. ഓ, ഇന്നത്തെ കാലത്ത് അതൊന്നും ഒരു തെറ്റല്ല. എന്നാ സോമപ്രിയവ, നമുക്ക് വണ്ടിയിൽ ഇരുന്നിട്ട് അവരെ വെയിറ്റ് ചെയ്യാം. ഒരു മിനിറ്റ്. ദേ അവര് എന്റെ ഫ്രണ്ട്സ് അജു. ഒരു മിനിറ്റ്. എന്തു പറ്റി? ഞാൻ ഒരുപാട് ലഗേജ് ഉണ്ട്, ഒന്ന് ഒതുക്കിയിട്ട് വിളിക്കാം. ഫ്രണ്ട്സ്, ഒരു നല്ല മനുഷ്യൻ. എനിക്ക് എത്രയധികം ഫോളോവേഴ്സ് ഉണ്ടെന്ന് അറിയണോ തനിക്ക്? മരം പട്ടി. ഇക്ക 3 കൊല്ലം മുന്നേ കണ്ട പോലെ അല്ല ഇപ്പൊ, കുറച്ച് കൂടിയിട്ടുണ്ട് നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഇവളുമാരുടെ കുഴപ്പം. കളവന്റെ ഒരു പൂതി. ദേ അവൻ വിളിക്കണ്, വേഗം പോ. ರುದ್ರ ഞങ്ങൾ ಹಲಕರ ಎತ್ತರಾಯಿ. ಅದು ತಾಂಡಿ ಹುಣಸೂರು ಬಂದ್ರೆ ಎಡಗಡೆ ಬಾ. ಆ ರೋಡಲ್ಲಿ ಒಂದು ಬೋರ್ಡ್ ಕಾಣಿಸ್ತೆ. ಓಕೆ ಓಕೆ. അതെ, കുറച്ചുകൂടി സാമ്പിൾ ചോദിച്ചാലോ? എന്നിട്ട് ആ സാമ്പിളായിട്ട് മുങ്ങാനല്ലേ? അതല്ല അതല്ല. എന്റെ പൊന്നും, ഈ ചതിയും മഞ്ചനൊന്നും പാടില്ല മുജീബിക്ക, മോശം. ಸಾಲಿಗ್ರಾಮ ತಾಂಡಿ 10 ಕಿಲೋಮೀಟರ್ ನೇರೆ ಬಾ. പിന്നെ ಬೇರಿ ಎತ್ತಿ ರೋಡ್ 2 ಆಗು. ಎಡಗಡೆ ರೂಟ್ ಬಂದು 2 ಕಿಲೋಮೀಟರ್. ಅಪ್ಪ ಒಂದು ಚಿಕ್ಕ ರಾಸ್ತೆ ಬರು. ಆಮೇಲೆ ಕಬ್ಬು ತೋಟ ಸಿಗ್ತದೆ. എടേ, നീ ഈ സ്ഥലം ഇന്ത്യ തന്നെ ആണെന്നാ മാപ്പിട്ടൊന്ന് നോക്കിയേ. നേരാ. ഹുൽസൂർ കഴിഞ്ഞ് 32 കിലോമീറ്റർ അകത്തോട്ട് വന്നു. എന്നാലും അവനെന്താ തിരിച്ചു വിളിക്കാത്തത്? എന്തുവാടേ, അവനൊരു ഉത്തരവാദിത്വം ഇല്ലല്ലോ. ദേ വിളിക്കണം. ഹലോ ಅಣ್ಣ, ಸಾಲಿಗ್ರಾಮ ಆಯ್ತಾ? എടാ, സാലിഗ്രാമായിട്ട് 10-15 മിനിറ്റായി. ಅಣ್ಣ, ಒಂದು ಪಣಿ ಸೈದು ತಿರ್ಕಬಾರ್ದು, ಅದಾ ಫೋನ್ എടുക്കാത്ത. ಸಾಲಿಗ್ರಾಮಂದು ಮುನ್ಗಡೆ 1 ಕಿಲೋಮೀಟರ್ ಬರುമ്പോ ಎಡಗಡೆಯನ್ನು ഒരു ಬೇರಿಯ ಬೋರ್ಡ್ ಬರು. ಸುಮಾರು 9 ಕಿಲೋಮೀಟರ್. ನಾ ഇവിടെ തന്നെ ഉണ്ട്. ಬೇಗ ಬಾ ಅಣ್ಣ. ഓക്കെ, ബാ. ഞാൻ ഓടിക്കാം. അപ്പുറത്തേക്ക്. சரி, கொஞ்சம் ஹோல்ட் பண்ணு. ஜாவேத், இங்கேருந்து ஹுன்சூர் வரைக்கும் 7 மணி நேரம் டிரைவான். பரவாயில்ல? அதுக்கப்புறம்
டேய் முருகா எனக்கு லொகேஷன் போட்டு விடு. என்னது சின்ன ஃபோனா? சரி சரி, கூகுள் அசிஸ்ட் வேணா, நீயே அசிஸ்ட் பண்ணு. இனிமேல் நான் கால் பண்ணும்போது ரூட் சொல்லுண்ணா. சரி வை, போகலாம். அண்ணா 2 டீ. அண்ணா இது யாவ ஊரு? ಬೇರಿಯಾ பேரியா பேரியா. சரி. ഇക്ക അവന്റെ ഫോൺ സ്വിച്ച് ഓഫ്. പണിയായോ? ആ, ഇതിന് വല്ല ട്രാപ്പും ആണോ? ഏയ് പറയാൻ പറ്റില്ല. ഒരു ബ്ലഡി ഗ്രാമവാസിയുടെ വാക്കും വിശ്വസിച്ച് ഇവിടം വരെ വന്നത് ഒരു എടുത്തുചാട്ടമായി പോയി എന്നുള്ള സംശയം നിനക്കില്ലല്ലോ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടെന്ന്. ഇക്ക ഒരാളുടെ നിർബന്ധം കാരണം എനിക്കറിയായിരുന്നു ഇതൊന്നും നടക്കാൻ പോണ കാര്യമല്ല. ചൈനക്കാരുടെ ഒരു പഴഞ്ചൊല്ലും തേങ്ങാ കൊല. നമ്മളെ കുറിച്ചാണല്ലോ. സ്ഥലം വിടാം, സ്ഥലം വിടാം. സ്ഥലം വിടാം ബാബു. അവിടെ കേറിക്കോ. അയ്യോ, ഇക്ക ബാംഗ്ലൂർ ഇവിടുന്ന് 173 കിലോമീറ്റർ. ബാംഗ്ലൂർക്ക് വിട്ടാലോ? ഈ വഴി തിരിച്ചു പോയാൽ നമ്മൾ പെടും. പിന്നെ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് നമ്മൾ വന്നതല്ലേ ഇക്ക? ഈ വഴിച്ചെലവിന്റെയും ഡീസലിന്റെയും കാശല്ലേ ഉള്ളൂ, അല്ലാതെ ലക്ഷങ്ങളൊന്നും ചെലവാക്കിയില്ലല്ലോ. ഞാനതങ്ങ് സഹിച്ചു. ഞാൻ എന്തായാലും ഈ യാത്ര മുതലാക്കിയിട്ടേ നാട്ടിലേക്കുള്ളൂ. എന്നാ ബാംഗ്ലൂരിലെ നിജി ഒന്ന് വിളിച്ചു നോക്കാം. ഏതാ ലോക തല്ലിപ്പൊളിനെയോ? ഇക്ക അയാൾ പ്രായത്തിന് മൂത്തയാണ്ട് അയാൾ ഇതുവരെ തല്ലാതെ വിട്ടത്. ഞാൻ അങ്ങനെയാണ് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടേക്ക്. ഞാൻ നാട്ടിലേക്ക് പോയിക്കോളാം. അതൊക്കെ നമുക്ക് ബാംഗ്ലൂരിൽ എന്നിട്ട് ആലോചിക്കാം. ഞാൻ അവനെ ഒന്ന് ട്രൈ ചെയ്യട്ടെ. നീ ആളനൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു കടയിൽ നിർത്ത്, എന്തെങ്കിലും കഴിക്കാം. Western, north and south, you know it's kinda hasty. East and western, north and south, you know it's kinda hasty. നിജിയാ? എടാ നിജി, ഞാൻ ഇന്നലെ എത്ര തവണ ട്രൈ ചെയ്തു. എന്നോടൊപ്പം സിദ്ധു ഉണ്ട്. അടിച്ചു വഴി എവിടെ മറിഞ്ഞു. ഞങ്ങൾ ഈ സിറ്റി തന്നെ ഉണ്ട്. ബാംഗ്ലൂരോ? പിന്നല്ലാതെ. കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. ലൊക്കേഷൻ ഒന്ന് പെട്ടെന്ന് ഇട്ടേ, ചത്ത് ജീവിച്ചു വരുക. ആ ഫ്ലോർ നമ്പറും ഡോർ നമ്പറും കൂടെ ഇടണേ. ഓക്കെ. ഓ